Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന 8 കിച്ചൺ ടിപ്സ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുന്നവർ, അതായത് വെണ്ണ ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കുന്നവർ ഇതേപോലെയുള്ള അലുമിനിയം പാത്രങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെണ്ണ ഉരുക്കി നെയ്യായി കഴിയുമ്പോഴേക്കും ഈ പാത്രത്തിൽ ബ്രൗൺ നിറത്തിൽ നല്ല പോലെ കറ പിടിക്കാറുണ്ട്. ഇങ്ങനെ കറ പിടിച്ചു കഴിഞ്ഞാൽ അത് കഴുകി കളയാനായിട്ടും കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കറ പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. വെണ്ണ ഉരുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നല്ല പോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അതിൽ നമ്മൾ വെണ്ണ ഇട്ടിട്ട് ഉരുക്കി നെയ്യാക്കി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ കുറച്ച് മാത്രമേ കറ പിടിക്കുകയുള്ളൂ. ഇതിൽ കാണിക്കുന്ന പോലെ ചെറുതായിട്ട് മാത്രമേ കറ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്നവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ അങ്ങനെയുള്ള ചെറിയ പൊടികളൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാനുള്ള ഒരു ട്രിക്കാണ് പറയുന്നത്. ഇതിനായിട്ട് സാധാരണ എല്ലാവരും തന്നെ മെഷർമെൻറ്റ് സ്പൂണുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി മെഷർമെൻറ്റ് സ്പൂണല്ല, സാധാരണ സ്പൂണാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുക്കാനുള്ള ഒരു ട്രിക്കാണ് പറയുന്നത്. ഇതിനായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് മതി. ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ ഈ ബേക്കിംഗ് സോഡയുടെ ടിന്നോ അല്ലെങ്കിൽ എന്ത് ടിന്നാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്പൂണിൽ ആ പൊടി ഇങ്ങനെ കോരിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കിച്ചണിൽ ഇതേപോലെയുള്ള ടവലുകൾ ഉപയോഗിക്കാറുണ്ട്. പാത്രങ്ങൾ തുടയ്ക്കാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ കൈ തുടയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ടവൽ ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനത്തെ ടവലുകളിൽ ഹാങ് ചെയ്തിടാനുള്ള ഓപ്ഷനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു വളയും അതുപോലെ ഒരു സേഫ്റ്റി പിന്നും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഈ ടവലിൻ്റെ ഒരു കോർണറിൽ വള ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. നമുക്ക് ഡോറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കിച്ചൺ ക്യാബിനറ്റിൻ്റെ പിടിയിലോ ഒക്കെ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹുക്കൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൈ തുടയ്ക്കാനോ പാത്രം തുടയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ മെറ്റലിൻ്റെ അടപ്പുള്ള ടിന്നുകളൊക്കെ തുറക്കാനായിട്ട് നമ്മൾ കത്തിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇനി നമ്മൾ കത്തിയൊന്നും ഉപയോഗിക്കേണ്ട. ഇതേപോലെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ ഈസി ആയിട്ട് തുറന്നെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് മുകളിലുള്ള ഈ സീല് സ്പൂൺ വെച്ചിട്ട് തന്നെ കളയുകയാണ്. അതിനുശേഷം ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഈ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോട്ടിൽ തുറന്നാൽ ഈസി ആയിട്ട് നമുക്ക് തുറക്കാനായിട്ട് പറ്റും. ഗ്യാസ് സ്റ്റവിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ തിളച്ചിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനായിട്ട് ഞാനൊരു അലുമിനിയത്തിൻ്റെ അടപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഈ അടപ്പ് ഞാൻ ഈ സ്റ്റൗവിൻ്റെ താഴ്ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിളച്ചു പോകുന്ന സാധനങ്ങളൊക്കെ ഈ പ്ലേറ്റിലേക്ക് വീഴും. ഇപ്പം നമ്മൾ ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും തിളച്ചു പോകുന്നത് ഈ പാത്രത്തിലേക്കാണ് വീഴുക. അതേപോലെ നമ്മൾ കുക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ അധികം വെള്ളം ഉണ്ടെങ്കിലൊക്കെ പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാത്രത്തിൽ വന്ന് വീഴും. അപ്പോൾ നമുക്കിതെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. സ്റ്റൗവിന് ഹൈറ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഇതേപോലെ ഒരു ബോക്സും നമ്മൾ തലയിൽ ഇടുന്ന ഒരു ക്ലിപ്പും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇത് നമുക്ക് കിച്ചണിൽ വേസ്റ്റൊക്കെ ഇടാനുള്ള ഒരു ബോക്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള ഈ ക്യാബിനറ്റിൻ്റെ ഡോറിൽ ഇതേപോലെ നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ തലയിലിടുന്ന ക്ലിപ്പിന് പകരം നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള പേപ്പർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അത് വെച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് നിൽക്കും. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആ പാത്രത്തിലുള്ള വേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കളയാനും പറ്റും. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ഒട്ടും തന്നെ വേസ്റ്റും ആവില്ല. നമ്മൾ നാരങ്ങ മുറിച്ചിട്ട് അതിലൊരു മുറിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഒരു മുറി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അത് നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇങ്ങനെ ആവാണ്ടിരിക്കാനായിട്ട് നാരങ്ങ നമുക്ക് കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കവർ ചെയ്യാനായിട്ട് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഉപയോഗിക്കുന്നത്.
ഇതേപോലെയുള്ള ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് നാരങ്ങ നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇനി ഇത് നല്ലോണം ടൈറ്റ് ആയിട്ടൊന്നല്ല ഇരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്ന അടപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിച്ച നാരങ്ങ അത്ര പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല. വേസ്റ്റ് ബിന്നിൻ്റെ അടപ്പിൻ്റെ പുറത്തും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഉൾഭാഗത്തുമൊക്കെ നല്ലപോലെ അഴുക്കാവാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലപോലെ അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അഴുക്കായി കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും വേസ്റ്റ് എടുക്കുന്ന ഓരോ സമയത്തും ഇതിൻ്റെ അടപ്പും ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടപ്പ് നല്ലപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടോ കവർ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ഉൾഭാഗം മാത്രമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഇങ്ങനെ ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടപ്പ് ഒരിക്കലും വൃത്തികേടാവില്ല. നമ്മൾ വേസ്റ്റ് കളയുന്ന സമയത്ത് ഈ ക്ലീൻ റാപ്പ് കൂടെ ഊരിയിട്ട് ആ വേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്